എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഹോം മെയ്ഡ് സോപ്പാണ്. ഈ ഒരു സോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുരുക്കളും കറുത്ത പാടുകളൊക്കെ മാറ്റി നമ്മുടെ ഫെയർനെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണിത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ഇത് യൂസ് ചെയ്യാം. കൂടാതെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അവരുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഈ സോപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോപ്പ് ഉണ്ടാക്കാൻ നമുക്കിവിടെ ഒരു സോപ്പ് ബേസ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിയേഴ്സിൻ്റെ സോപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സോപ്പ് ബേസൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ പിയേഴ്സ്, ഡവ് പോലുള്ള എക്സ്ട്രാ ഗ്ലിസറിൻ ആഡഡ് ആയിട്ടുള്ള സോപ്പുകൾ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. ഒരു നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് തുളസി ഇലയാണ്. ഈ തുളസി ഇലയ്ക്ക് പകരമായിട്ട് ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് അലോവരയാണ്. ഞാനിവിടെ 2 ചെറിയ ലീഫാണ് എടുത്തിട്ടുള്ളത്. ഈ അലോവര ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊട്ടറ്റോ എടുക്കാം, അല്ലെങ്കിൽ പകുതി കുക്കുംബർ എടുക്കാം. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ, നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അതും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിയേഴ്സ് സോപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അലോവരയിൽ നിന്നും ജെല്ല് വേർതിരിച്ചെടുക്കാം. ജെല്ല് വേർതിരിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം തുളസി ഇലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഒരുപാട് ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ പീസൊക്കെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ആദ്യം നമുക്ക് ഈ സോപ്പൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് സോപ്പ് മെൽറ്റാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് സോപ്പ് കട്ട് ചെയ്തിട്ടുള്ള ബൗള് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. കുറച്ച് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അലോവരയും തുളസിയും കൂടെ അടിച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ചൂട് മാറുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതായത് നമ്മളുടെ കൈവശം സോപ്പ് മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ കൈവശം സോപ്പിൻ്റെ മോൾഡില്ല, ഞാനിവിടെ ഒരു ബൗളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഏത് ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഓരോന്നിലേക്കും സമമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് പുറത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ റെഡിയായി കിട്ടും. നമ്മളിത് ഫ്രീസറിൽ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് സോപ്പ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിലാണ് വെച്ചിരുന്നത്. എനിക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഓയിൽ തടവിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു സോപ്പ് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുരുക്കൾ വന്ന ഫേസ് ആണെങ്കിൽ പെട്ടെന്ന് ആ കുരുക്കൾ മാറിക്കിട്ടാനും മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കിതൊരു ഫേസ് വാഷിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സോപ്പും കൂടിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്